മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ക്ഷേത്രാങ്കണത്തിൽ തന്നെ നമ്മൾക്ക് എല്ലാവിധ സംരക്ഷണങ്ങളും ഒരുക്കി നമ്മുടെ കേരള പോലീസ് ഉള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പോലീസ് സർവീസ് അവരുടെ എല്ലാവിധ സേവനങ്ങളും നമുക്കായി കാഴ്ചവെച്ചിരിക്കുന്നത്. പരിസര പ്രദേശങ്ങളിലൊന്നും പാർക്കിംഗ് വലിയ സൗകര്യമായിട്ട് ഇല്ല. എന്നിരുന്നാൽ കൂടെ കുറച്ചകലം പോയി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1-1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രൗണ്ട് കാണാം. നമ്മുടെയൊക്കെ അവിടെ പാർക്ക് ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഭക്തജനങ്ങളായിട്ടുള്ളവരും ഈ നാട്ടുകാരായിട്ടുള്ള പല നന്മകളാൽ നിറഞ്ഞ ജനങ്ങളും അവരുടെ പറമ്പുകളും ഏരിയകളും നമുക്ക് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുകയാണ്. ഫ്രീ ഓഫ് കോസ്റ്റ്. ഇതാണ് മെയിൻ റോഡ്. ഈ മെയിൻ റോഡിൽ നിന്ന് അമ്പലപ്പള്ളിക്ക് 2 വഴിയാണ്. ഒന്ന് ഈ വഴിയും, ഈ വഴിയുടെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഭാരതപ്പുഴ. ഇവിടെയാണ് മഹാമാഘ യജ്ഞമൊക്കെ നടക്കാൻ പോകുന്നത്. കാണുന്നത് ഇവിടെ. അപ്പം ഇവിടുന്ന് സന്യാസി വര്യന്മാരെല്ലാം കുളിച്ച് യാഗം ചെയ്യുന്നവരായിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ആചാര്യന്മാരൊക്കെ വന്ന് നിൽക്കാൻ പോകുന്നത്. ഗജപ്രതിഷ്ഠ നടത്താൻ പോകുന്ന സ്ഥലം. അപ്പം ഇവിടെയാണ് ആളുകൾ വന്ന് പോകുന്നത്. നമ്മളീ പാലം കടന്ന് വേണം ഇങ്ങോട്ടേക്ക് വരാൻ കേട്ടോ. ഇത് താൽക്കാലികമായിട്ട് സേവാഭാരതി ടീം ചെയ്തു വെച്ചിരിക്കുന്നൊരു പാലാണ്. എല്ലാ അർത്ഥത്തിലും നല്ല സേഫ്റ്റിയും സെക്യൂറായിട്ടും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. തികച്ചൊരു വ്യത്യസ്തമായ ഒരു അത്ഭുതമാണ് നമുക്ക് കേരളത്തിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ തിരക്ക് വിചാരിച്ചത്ര ഇല്ലാത്തത് സമയം ഇതായതുകൊണ്ടായിരിക്കാം. വരുന്ന ആളുകളിൽ ഇത് കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. ഒരുപാട് സ്വാമിമാരും ഒരുപാട് ശ്രേഷ്ഠപര്യന്മാരും അതുപോലെ തന്നെ ഭക്തജനങ്ങളായിട്ടുള്ള ഒരുപാട് പേരും ഈ മാമാങ്കത്തിൽ വന്നു ചേർന്ന് ഓരോരുത്തരും സായുജ്യമടങ്ങുന്ന കാഴ്ച നമുക്ക് വിദൂരതയല്ല. എന്തായാലും നല്ലൊരു അനുഭവം. എല്ലാവർക്കും സുസ്വാഗതം. വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു അവിസ്മരണീയമായ കാഴ്ച ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതാണ് ആ ഒരുക്കി വെച്ചിരിക്കുന്ന പാലം.
മഹാഭാരതിയുടെ പ്രയത്നമാണ് ഈ ഒരു പാലത്തിൻ്റെ വിജയം. ഒരു നല്ല രീതിയിൽ തന്നെ ഈ ഒരു പാലം നിർമ്മിച്ച് ഭക്തജനങ്ങൾക്കായിട്ടുള്ള സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. എല്ലാം സാധിക്കും എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ് ഇതിലൂടെ അവർ നമ്മളോട് പറയാതെ പറയുന്നത്. ലോകത്ത് സാധ്യമല്ലാത്തതൊന്നുമില്ല, എന്തും സാധിക്കും. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് പെരുമാറുന്നതും. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ അവരുടെ മുന്നിലേക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവിധ സഹായ ഹസ്തങ്ങളും ഈ ഭാഗങ്ങളിൽ നിന്നുണ്ട്. അത് തികച്ചും ഒരു അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ്. ഒരുപാട് പ്രായമായിട്ടുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഈ മാമാങ്കത്തിലേക്ക് പങ്കെടുക്കാൻ വരുന്നവരായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ഒരു വീഴ്ചയില്ലാതെ നടത്താൻ ഇവർ കാണിക്കുന്ന ആ ഒരു മനസ്സ്. ഇപ്പം ഞാനവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ വേറൊരു കുറച്ച് സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഇഷ്ടിക എടുത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. അവരോട് ചോദിക്കുകയാണ് സഹായിക്കണോ. അവർ വേണ്ടാന്നൊന്നും പറയാനൊന്നുമില്ല, ഓക്കെ എന്ന് മൗനാനുവാദം കൊടുക്കുന്നതോടുകൂടി അവർ സഹായിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും തികച്ച അഭിനന്ദനാർഹമാണ്. അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അമ്പലം നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടെ അതാ കോഴിമണൽ നിറയ്ക്കുകയാണ് ചാക്കുകളിലായിട്ട്. സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് അഗെയിൻ. എന്തായാലും അടിപൊളി. പോലീസ് സേനയൊക്കെ നല്ല രീതിയിൽ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സപ്പോർട്ട് തന്നെയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ഒരുക്കങ്ങൾ ആയിക്കൊണ്ടിരിക്കണു. കാണാമെല്ലാവർക്കും. ഇതാ ബാരിയേഴ്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടങ്ങളിലും പോലീസ് വിന്യസിച്ചിട്ടുണ്ട്. കൂട്ടായ്മയിലൂടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ജാതി മതഭേദമന്യേ എല്ലാം മംഗളമായിട്ട് തന്നെ ഒത്തൊരുമയോടുകൂടി ലോകക്ഷേമത്തിനായി ഇവരിൽ നമുക്കും പങ്കാളികളാകാം. തിരക്കുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിൽ തിരക്ക് കൂടിയിട്ടുണ്ട്. ഭക്തജനങ്ങൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ പോകുന്നത് അമ്പലത്തിൻ്റെ പുറകു വശത്തൂടെയാണ് കേട്ടോ. മെയിൻ എൻട്രൻസ് അല്ല, വേറൊരു സൈഡ് എൻട്രൻസ് ആണ്. പക്ഷെ അമ്പലം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാം. പക്ഷേ എൻ്റർ ചെയ്യണമെങ്കിൽ സൈഡിലൂടെ പോകണം. അത് നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് പോകണമെന്നുള്ളത് കേട്ടോ. ഞാനതൊന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള തിരക്കുണ്ട് കേട്ടോ. സ്റ്റാളുകളും പല സ്വാമിമാരുടെ ബുക്കുകളും ഭഗവത്ഗീത ഗ്രന്ഥങ്ങളും ഒക്കെ വിൽപ്പനയ്ക്കായിട്ട് ഇവിടെയും വെച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല വീടുകളുണ്ട് കേട്ടോ. ഈ പരിസരത്തൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട് കിടക്കുന്നത്. ഒരു നല്ലൊരു അപ്പിയറൻസ് ഉള്ളൊരു വീടാണിത്. അപ്പം ഇത് അമ്പലത്തിലേക്ക് കയറാനുള്ള വേറൊരു വഴിയാണ്. നമ്മൾ മെയിൻ എൻട്രൻസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ സൈഡിലൂടെയാണ് പോവേണ്ടത് എന്ന്. അപ്പം നമ്മൾ പോണ വഴി ഈ വഴിയാണ് കേട്ടോ. ഇത് നേരെ നമ്മുടെ ഫ്രണ്ട് എൻട്രൻസിലേക്കാണ് ഈ വഴി നമ്മൾ ലീഡ് ചെയ്യണത് കേട്ടോ. ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് കച്ചേരികൾ സിമെൻറ്റ് പണി ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം.
ഈ വഴി നേരെ കയറി ചെല്ലുന്നത് ദേവസ്വം ബോർഡ് ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്കാണ്. അതായത് അമ്പലത്തിൻ്റെ മെയിൻ കവാടത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത്. ഈ ഭക്തജനങ്ങളെല്ലാവരും ഇപ്പം മാഘം നടക്കുന്ന ഏരിയയിലേക്ക് പോവുകയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. കുറേ ആൾക്കാരുണ്ടാവും. ചെറിയൊരു ഇടവഴിയാണ്. ഇവിടെ ഇത് ഊട്ടുപുരയാണ് കേട്ടോ. ഇവിടെ ഭക്ഷണമൊക്കെ ഇവിടെയും സെർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ദേവസ്വം ബോർഡ് ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ചെക്കിംഗ് ഉണ്ട് കേട്ടോ. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് പ്രവേശനമുള്ളത്. അപ്പം ഇതാണ് അമ്പലം. നമുക്കിവിടുന്ന് കാണാൻ സാധിക്കും മാമാങ്കം നടക്കുന്ന ഏരിയ. പുഴയാണ്. ഇതാണ് അമ്പല പരിസരം. ഇതാണ് മെയിൻ എൻട്രൻസ് കേട്ടോ. ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. എന്നാണ് നമോ നാരായണായ. നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീ മഹാമേരു രഥയാത്ര ക്ഷേത്രത്തിന്റെ സ്ഥലപരിമിതി മനസ്സിലാക്കിക്കൊണ്ട് മുഴുവൻ ഭക്തജനങ്ങളും സംഘാടക സമിതിയോട് സഹകരിച്ചുകൊണ്ട് പരമാവധി സൈഡ് ഭാഗങ്ങളിലേക്ക് ഒതുങ്ങി നിൽക്കണമെന്നും സഭാഭാരതിയുടെയും സംഘാടക സമിതിയുടെയും വാളണ്ടിയർമാർ പറയുന്നത് അനുസരിക്കണമെന്ന് എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. മഹാമേരു ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ മഹാമേരുമായി നേരെ
യജ്ഞശാലയായ ഭാരതപ്പുഴയുടെ നടുവിൽ പ്രതിഷ്ഠിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും പുഴയുടെ പാലത്തിലൂടെ അങ്ങേക്കരയിൽ കടന്ന് മഹാമേരുവിനെ നേരിട്ട് ദർശിക്കാനും അനുഗ്രഹപുണ്യം നേടാനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ്. രഥയാത്ര ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ ഭക്തജനങ്ങളും നമ്മുടെ യജ്ഞവേദിയായ മണപ്പുറത്തേക്ക് പോകണം അഭ്യർത്ഥിക്കുന്നു. ഇത് 12 വരെയുണ്ട്. പിന്നെ ഇല്ല, നമ്മൾ ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തതുണ്ട്. സ്റ്റെബിലിറ്റി പിന്നെ ക്ലാരിറ്റി വേണം. അതെ, നല്ലതാ. 4K ഉണ്ട്. 4K 120 ഉണ്ട്. അതാണ് 120ലേക്കൊക്കെ പോകുമ്പോൾ ബാറ്ററി കൺസപ്ഷൻ കുറച്ച് ഹെവി ആയിരിക്കും. അല്ല, എന്നാലും കുഴപ്പമില്ല. 60ലൊക്കെ നല്ല രീതിയിൽ തന്നെ ബിഗ് സ്ക്രീനിലൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്. സൂം ഔട്ട് ആവാതെ കേരളത്തിന്റെ കുംഭമേളയുടെ പുണ്യം വീഡിയോ എടുക്കാനാണ്. സമയത്ത് ആ രഥയാത്രയിലേക്ക് എത്തുന്നതിന് വേണ്ടി എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ 4 ക്ഷേത്രങ്ങളിൽ നിന്നും കൊണ്ടുവന്ന പിതാവിടത്തുമായി മഹാമേരു രഥയാത്രയില നവാവൂരിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നു. കേരളത്തിന്റെ കുംഭമേളയുടെ പുണ്യമൊഴിയാകുന്ന എല്ലാ ഭക്തജനങ്ങളോടും ആ മഹാമേരു രഥയാത്ര കടന്നു വരുന്നതിന് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ മേള വിജയമാക്കി അഭ്യർത്ഥിക്കുന്നു. പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന വാദ്യഘോഷത്തോടു കൂടിയുള്ള മഹാമേരു രഥയാത്രയാണ് കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്ന മഹോത്സവത്തിന്റെ വേദിയിലേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, മഹാമേരുവിന്റെ പുണ്യം കൊണ്ടിരുന്നതിന് വേണ്ടി ചതുരാംബിക എന്നറിയപ്പെടുന്ന 4 ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലിൽ നിന്നും കൊളുത്തിയ കിടാവിളക്കുമായി ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിപ്പെടുന്ന മഹാമേരു രഥയാത്രയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് യജ്ഞവേദിയായ ഭാരതപ്പുഴയുടെ മണൽപ്പരപ്പിലേക്ക് ആ മഹാമേരുവിനെ ആനയിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിന്റെ കുംഭമേള ദർശിക്കാൻ വന്ന 10,000-കണക്കിന് ഭക്തജനങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും സഹകരണവും മാത്രമുണ്ടെങ്കിൽ ഈ മേള വിജയിപ്പിക്കാൻ നമുക്ക് കഴിയും. അതിന് ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. മണ്ണിലേക്ക് കടന്നു വരുന്ന മഹാമേരു രഥയാത്രയെ വരവേൽക്കുന്നതിന് വേണ്ടി എല്ലാ ഭക്തജനങ്ങളും സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്രത്തിന്റെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് സഹകരിക്കണമെന്ന് എല്ലാ ഹൈന്ദവ വിശ്വാസികളോടും കുംഭമേളയിൽ പുണ്യം നേടാനെത്തിയ മുഴുവൻ കേരളീയരോടും ഭാരതീയരോടും
ഈ കുംഭമേളയുടെ വിജയത്തിനായി എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ക്ഷേത്രത്തിലെ സ്ഥലപരിമിതി മനസ്സിലാക്കിക്കൊണ്ട് മുഴുവൻ ആളുകളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരും പരസ്പരം സഹകരിക്കണമെന്നും ഈ മഹാമേരു ജലയാത്ര യജ്ഞവേദിയായ ഭാരതപ്പുഴയുടെ മധ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആ മഹാമേരു യജ്ഞവേദിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭക്തജനങ്ങൾക്കും അത് ദർശിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്ന തിരുനാവായ മഹോത്സവത്തിന്റെ ഭാഗമായി ഭാരതപ്പുഴയുടെ നിരവധി ക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിച്ച് നൂറുകണക്കിന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് 10,000-കണക്കിന് ഹൈന്ദവർക്ക് പുണ്യം നേർന്നുകൊണ്ട് ഈ കുംഭമേളയുടെ സന്നിധിയിലേക്ക് എത്തിപ്പെടുന്ന മഹാമേരു രഥയാത്ര കടന്നു വരുന്നതിന് വേണ്ടി എല്ലാ ഹൈന്ദവ വിശ്വാസികളും സഹായിക്കണം, സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നവാമുഖത്തിന് മണ്ണിലേക്ക് കടന്നു വരുന്ന മഹാമേരു രഥയാത്ര ക്ഷേത്ര സന്നിധിയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാനിടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള മഹാമേരു കുംഭമേളയുടെ യജ്ഞവേദിയിൽ പ്രതിഷ്ഠിച്ച് എല്ലാ ഭക്തർക്കും പുണ്യം നേടാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും ഭാരതപ്പുഴയുടെ യജ്ഞവേദിയിലേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. രഥയാത്രയിൽ സ്ഥാപിച്ചിട്ടുള്ള മഹാമേരു അതിൽ നിന്നെടുത്ത് ഭാരതപ്പുഴയുടെ മധ്യത്തിൽ നടക്കുന്ന യജ്ഞശാലയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ആ മഹാമേരു യജ്ഞവേദിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിനെ കണ്ടു തൊഴാനും പുണ്യം നേടാനും അനുഗ്രഹം വാങ്ങുവാനുമുള്ള അവസരം ഉണ്ടായിരിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും ഭാരതപ്പുഴയുടെ യജ്ഞശാലയിലേക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.
മഹാകുംഭമേളയ്ക്ക് വന്ന മുഴുവൻ ഭക്തജനങ്ങളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് എല്ലാവരുടെയും ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ പടിഞ്ഞാറേ നടയിലൂടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടവിലൂടെയാണ് യജ്ഞവേദിയിലേക്ക് പോകാനുള്ള താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുള്ളത്. മഹാമേരു കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഭക്തന്മാരും കൂടെ പോകേണ്ടതില്ല. മഹാമേരു തോണിയിലാണ് അക്കരയ്ക്ക് കടത്തുന്നത്. ആ മഹാമേരു വഹിക്കുന്ന 10-ൽ താഴെ ആളുകൾ മാത്രമാണ് അതിൽ യാത്ര ചെയ്യുന്നുണ്ടാവുക. ബാക്കി മുഴുവൻ ഭക്തജനങ്ങൾക്കും താൽക്കാലികമായി നിർമ്മിച്ച പടിഞ്ഞാറ് ഭാഗത്തുള്ള കടവിലൂടെ പുഴയുടെ അക്കരയ്ക്ക് കടക്കാവുന്നതാണ്. നിയന്ത്രണം ഏർപ്പാടാക്കിയത് കൊണ്ട് തന്നെ സമയം കൂടുതലെടുക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് എല്ലാ ഭക്തജനങ്ങളും എത്രയും പെട്ടെന്ന് പാലത്തിൻ്റെ അടുത്തേക്ക് പോയി അവിടുത്തെ പോലീസ് സേവന്മാർ പറയുന്നതും സംഘാടക സമിതിയുടെ വോളണ്ടിയേഴ്സ് പറയുന്നതും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പാലത്തിലൂടെ അക്കരയ്ക്ക് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നല്ല ക്യൂ ആണ് ഇവിടെ. ഒരു ചെക്ക് പോയിന്റ് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്കാണ് വീണ്ടും വരുന്നത്. അപ്പം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് ഭക്തജനങ്ങളെ വരുന്നത്. പാലത്തിൻ്റെ സേഫ്റ്റി നോക്കിയിട്ടും ജനങ്ങളുടെ സേഫ്റ്റി നോക്കിയിട്ടുമാണ് ആളുകളെ അങ്ങോട്ട് കടത്തി വിടുന്നത്. ഇവിടേക്ക് വരുമ്പോൾ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്, പിന്നെ പോലീസുകാർ കൺട്രോൾ ചെയ്തിട്ടാണ് ആളുകളെ വിട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പേരായിട്ട് പാലം താൽക്കാലികമായി കെട്ടിവെച്ചിരിക്കുന്ന പാലമാണ്. അപ്പോൾ അതിനെ സെക്യൂറായിട്ടും സേഫായിട്ടും ഭക്തജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും തുടക്കത്തിലാണെങ്കിൽ കൂടെ ഒരു നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ടീമുകൾക്കും അഭിനന്ദനാർഹമാണ്. കാണാൻ പറ്റുമോ? അവിടെ കാണാൻ പറ്റും. അവിടെ കാണാം. അത് കാണാനോ? അത് കാണാൻ ഇത്
കണക്കന്നെ തിരക്കില പോവാ തിരക്കില നടന്നെങ്കിലും ന്യായമില്ല. കോട്ടെ 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 അതിനാണ് ഈ മറ്റേ ഉദ്യോഗന്മാരെ എത്ര വെള്ളം മുട്ടിന് വെള്ളം നിൽക്കുന്നു. അയ്യോ പാലക്കാട് പോക്കറ്റുണ്ടോ? ഡിസ്ചാർജ് നിങ്ങളുടെ മൊബൈലുണ്ടോ? ഞാനൊരു കുംഭമേള നാളെ മുതൽ എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീചക്രത്തെ വണങ്ങുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ശ്രീചക്ര മഹാമേരുവിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷമായിരിക്കും ഇന്നത്തെ തുലാപൂജയും തുലാ ആരാധനയും അറിയുക. തുലാ ആരതിക്കും തുലാപൂജയ്ക്കുമായി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സജ്ജനങ്ങളെ പ്രാർത്ഥനാനിർഭരമായി കാത്തിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് വളരെ സവിശേഷതയാർന്ന ചടങ്ങാണ്. അതിൻ്റെ